യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പണി അങ്ങോട്ട് പാടി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട പുഴുങ്ങിയതും കട്ടൻ ചായയായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ പൊക്രയിലേക്ക് ബസ് കയറി. 1000 നേപ്പാളിയാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ വില പേശി ഒരാൾക്ക് 800 നേപ്പാളി വരെ ആക്കി. ഞങ്ങളൊരു ബഡ്ജറ്റ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലത്തും വില പേശി തന്നെയാണ് പോണത്. കാരണം നമ്മൾ വില പേശാൻ പറ്റുന്നത് നമ്മൾ വില പേശി. വണ്ടി ഓടി തുടങ്ങിയപ്പോഴേക്ക് നേപ്പാളി പാട്ട് ഇട്ടവർ. ബസ്സിലൊരു ചാക്ക് കയറ്റി ആ ചാക്കിൻ്റെയും പൈസ കൊടുത്തിട്ടാണ് ഇവിടെ യാത്രക്കാർ യാത്രയാണ്. വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ഒരു ചേട്ടൻ കയറി. വയലിൻ പോലത്തെ എന്തോ സാധനം വായിച്ച് അവരുടെ നേപ്പാളി പാട്ടാണ് പറഞ്ഞത്. ആൾക്കാരുടെ നിന്ന് കാശും വാങ്ങണ്ടേ. ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തി. ചോറും ചിക്കൻ കറിയും മനസ്സിലായി, ബാക്കിയുള്ളൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ഡ്രൈവറേട്ടൻ പറഞ്ഞത് അത് പരിപ്പ് കറിയാണ്, നമ്മുടെ നാട്ടിലെ പരിപ്പല്ല, ഇതാണ് ദാൽ ബാത്ത്. അപ്പോഴാണ് പണി കിട്ടിയത്. കൂടെയുള്ളവൻ ജനാലയൊന്നും തുറന്നാ മൊത്തം അങ്ങോട്ട് പൊട്ടിപ്പോയി. ദൈവം തന്നെ ഒരു കയ്യബദ്ധം. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ അടിയെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ വണ്ടിയുടെ ടയർ അങ്ങോട്ട് പഞ്ചറായി. ഞങ്ങൾ പരിപാടി എവിടെ അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ഞങ്ങളങ്ങനെ പൊക്ര എത്താറായപ്പോഴേക്കും വേറൊരു വണ്ടി മറിഞ്ഞേക്കണം. അങ്ങനെ ഞങ്ങളൊരു 8 മണിക്കൂറിന് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പൊക്ര എത്തി. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, പേജ് ഒന്ന് വേണമെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചേക്ക്. പുതിയ നേപ്പാൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. എല്ലാവർക്കും ശുഭദിനം.